ശബരിമലയിലെ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാനുള്ള തീരുമാനമെടുത്തത് UDF ഭരണകാലത്തെന്ന് കണ്ടെത്തൽ. MP ഗോവിന്ദൻ നായർ അധ്യക്ഷനായ ബോർഡാണ് കൊടിമരം പുനഃപ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനം എടുത്തത്. തീരുമാനം നടപ്പിലാക്കിയത് പിന്നീടത്തെ LDF കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡാണ്. ഈ ബോർഡ് പുനഃപ്രതിഷ്ഠ നടത്തുകയായിരുന്നു. കൊടിമരത്തിന് ജീർണതയെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതോടെയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. വിവരങ്ങൾ നൽകാൻ പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഒന്നൊന്നായി ഓരോരോ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനമെടുത്തത് UDFന്റെ ഭരണകാലത്താണ്. പക്ഷെ അത് നടപ്പിലാക്കിയത് ഒരു LDF കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡാണ് ഈ പുനഃപ്രതിഷ്ഠ നടത്തിയത്. എന്തൊക്കെ മറ്റ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്? അശ്വതി, ഇതുവരെ ഉണ്ടായിരുന്ന പുതിയ വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ട ഉള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ ഇടയാക്കിയത് ഈ കൊടിമരത്തിൽ അതിൽ അനധികൃതമായി പെയിന്റ് അടിച്ചതും ജീർണത കണ്ടെത്തിയത് കൊണ്ടുമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. ഇത് ദോഷമാണെന്ന്, ഇങ്ങനെ അനധികൃതമായി പെയിന്റ് അടിക്കുന്നതും ജീർണതയുമാണെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വഴി തുറക്കുന്നത്. ഇത് തെളിയിക്കുന്ന നിർണായകമായിട്ടുള്ള ദേവപ്രശ്ന ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഈ ദേവപ്രശ്ന ചാർട്ടിൽ ഇപ്പോൾ പറയുന്നു, കൊടിമരത്തിന്റെ മുകളിൽ അത് ലേപന പ്രക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ് എന്ന് പറയുന്നു. ജീർണത ലക്ഷണമുണ്ട് എന്നുള്ളതും ചാർട്ടിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ കോൺക്രീറ്റിന്റെ കൊടിമരം മാറ്റി തടി കൊണ്ടുള്ള, അതും ഉത്തമമായ തടി കൊണ്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്നാണ് ദേവപ്രശ്നത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കുട്ടനാട് രാവുണ്ണി പണിക്കർ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ ദേവപ്രശ്നം 2014 ജൂൺ 18 നടക്കുന്നത്. അന്ന് 2012 മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന MP ഗോവിന്ദൻ നായരുടെ കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു ദേവപ്രശ്നം നടക്കുന്നത്. 2012 മുതൽ 15 വരെയാണ് MP ഗോവിന്ദൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തുടരുന്നത്. അതിനുശേഷം ഈ തീരുമാനമെടുക്കുന്നത് UDF തന്നെ നിയോഗിച്ചിട്ടുള്ള MP ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ടുള്ള ദേവസ്വം ബോർഡാണ്. അതിനുശേഷമാണ് പിന്നാലെ ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തറയിൽ തുടങ്ങിയ ബോർഡ് വരുന്നതും. അവരാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് പിന്നിൽ നിന്നുള്ള ആക്ഷേപമായിരുന്നു നേരത്തെ നിലനിന്നിരുന്നത്. എന്തായാലും 2-3 കാര്യങ്ങളാണ് പുതിയ ദേവപ്രശ്നത്തിൽ പ്രധാനമായും വന്നിരിക്കുന്നത്. ഒന്ന്, പുതിയ കൊടിമരം സ്ഥാപിച്ചത് ദേവപ്രശ്ന വിധി പ്രകാരം എന്നുള്ളത് സ്ഥിരീകരണം വന്നിരിക്കുന്നു. കൊടിമരത്തിന് ജീർണതയുണ്ടെന്നുള്ളത് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയത് എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിൽ ജീർണതയുണ്ട് എന്നുള്ളത് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയത് എന്നുള്ളത് വന്നിരിക്കുന്നു. തീരുമാനമെടുത്തത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡല്ല. അതിനു മുൻപ് 2014 ജൂൺ 18 നടത്തിയ ദേവപ്രശ്നത്തിലാണ് ഇത്തരമൊരു തീരുമാനം വരുന്നത്, നിർദ്ദേശം വരുന്നത്. ആ നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കുന്നത് MP ഗോവിന്ദൻ നായരുടെ ബോർഡ്. തീരുമാനം നടപ്പാക്കുകയാണ് പിന്നീടെത്തിയ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് ചെയ്തത്. അശ്വതി. പ്രജിത്ത്, വിവരങ്ങൾ വ്യക്തമാണ്. ശബരിമലയിലെ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാനുള്ള തീരുമാനമെടുത്തത് UDF ഭരണകാലത്ത് നിന്നാണ് നിർണായക കണ്ടെത്തൽ. MP ഗോവിന്ദൻ നായർ അധ്യക്ഷനായ ബോർഡാണ് ഈ കൊടിമരം പുനഃപ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനമെടുത്തത്. എന്നാൽ തീരുമാനം നടപ്പിലാക്കിയത് പിന്നീടെത്തിയ LDF കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡാണ്. കൊടിമരത്തിന് ജീർണതയെന്ന ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതോടെയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.